ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു നൈറ്റി ഇട്ട് നല്ലവണ്ണം മെലിഞ്ഞ് സുന്ദരിയായിരിക്കും കേട്ടോ. അതുപോലൊരു നൈറ്റിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. എലാസ്റ്റിക് സ്ലീവിൻ്റെ അടിയിലെ ബോർഡർ, അതുപോലെ തന്നെ നെക്കിൽ അടിയിൽ ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ളൊരു നൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. നമ്മളത് നൈറ്റി ബിറ്റാണ്, 2 നൈറ്റി ബിറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡോട്ടുള്ള നൈറ്റി ബിറ്റിൻ്റെ വില 190 രൂപയാണ്. ഡോട്ടുള്ള നൈറ്റി ബിറ്റിൻ്റെ വില കേട്ടോ 190. ഓക്കെ, നമ്മളത് ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്ന നല്ല റീറ്റെയിലും മേടിക്കുന്നത് കൊണ്ട് നമുക്ക് കാശ് അത്യാവശ്യം നന്നായി കൊടുക്കാതെ കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി ബിറ്റ് എടുത്തിരിക്കുന്നത്. പ്ലെയിൻ വൈറ്റ് കളർ നൈറ്റി ബിറ്റ് തന്നെയാണ് കേട്ടോ. നമുക്കങ്ങനെ പല കളർ നൈറ്റി ബിറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. സെയിം പ്രൈസ് തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ അതിനെ നടുവെന്ന് മടക്കിയ ശേഷം അപ്പോൾ അടിയിൽ ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. നമ്മൾ മേളിൽ നിന്നും നമുക്ക് എത്ര ആവശ്യമുണ്ടോ ആ ലെങ്ത്തിൽ നിന്നും നമ്മളൊരു എത്ര ഫ്രില്ലിന് കൊടുക്കുന്നു അത് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്രില്ല് നമുക്ക് എത്ര 5 ഇഞ്ച് ഫ്രില്ലിൻ്റെ ഹൈറ്റാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 5 ഇഞ്ച് അവിടെ നിന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറും ആം ഹോളും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് ഷോൾഡർ 7 ഇഞ്ച് കൊടുക്കേണ്ട, ആം ഹോളും 7 ഇഞ്ച് കൊടുക്കേണ്ട, ചെസ്റ്റ് 12, വേസ്റ്റ് 11. എന്നിട്ട് നമുക്കിതൊന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആം ഹോളൊക്കെ ഒന്ന് അതുപോലെ തന്നെ ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കുക. അപ്പം ഞാൻ സാധാരണ രീതിയിൽ എപ്പോഴും സ്റ്റിച്ചിങ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഇത് ഞാൻ പിന്നീടായിരിക്കും കാണിക്കുക. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മളതിൻ്റെ ഫുള്ളായിട്ടുള്ള അതിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് ഇത് കണ്ടോളൂ, നിങ്ങൾ കട്ടിങ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. അപ്പോൾ നമ്മളിത് ചെസ്റ്റിൽ നിന്നും ഇതിങ്ങനെ അങ്ങോട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ മേളിൽ നിന്നും 14 ഇഞ്ച് ലെങ്ത്ത് താഴത്തേക്ക് മാർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, 14 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ വണ്ണം നമുക്ക് 11 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ തയ്യൽ തുമ്പ് 1 ഇഞ്ച് തന്നെ എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. കാരണം നൈറ്റി തുണിയിൽ ഒരിക്കലും നൂല് പിരിഞ്ഞു പോവില്ല. 1/2 ഇഞ്ച് തന്നെ എടുത്താൽ മതി, ധാരാളമാണ്. അപ്പം നമ്മളതേ ചെസ്റ്റിൽ നിന്നും ബേസിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇതാക്കേണ്ടത്. ബാക്കി തുണികളുണ്ട്, നമുക്ക് ഇത്രയൊക്കെ തന്നെ ഒരു നൈറ്റി ബിറ്റിലൊന്നും നമുക്ക് കിട്ടില്ല. ഇതിപ്പോൾ ഫ്രില്ല് വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലൊരു തുണിയും ബാക്കി ഇരിപ്പില്ല. അപ്പോൾ അതിന് ശേഷം നമുക്കിത് നോക്കിക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് സ്ലീവ് എടുക്കണം. നമുക്ക് ആകെ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി നമ്മൾ നൈറ്റി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടില്ല. കാരണം ഇതിലിപ്പോൾ ഞാൻ ഫുൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടിയിൽ നിന്നും പോകാനില്ല, സൈഡിൽ നിന്നും പോകാനില്ല. പിന്നെ അതിൽ ഫ്രില്ലും വെച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയൊന്നും ഉണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് എന്തെങ്കിലും ഡിസൈനുകളൊക്കെ കൊടുക്കാനായിട്ടും. അപ്പോൾ ഇത് നോക്കിക്കേണ്ടത് ഇതങ്ങോട്ട് ഇതുപോലെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാണ്ടല്ലോ. സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ അടിവശ ഫ്രില്ലിന് നമ്മൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള നമുക്ക് ഫ്രില്ല് വരുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്കത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് കട്ട് ചെയ്തെടുക്കുക. ബാക്കി നമുക്കിത് തികയത്തില്ല ഫ്രില്ലിന്. ബാക്കിയുള്ള പീസിൽ നിന്നും ഫ്രില്ലിന് ഇതേ അളവിൽ നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചോളൂ. ഇതങ്ങോട്ട് ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ള പീസാണ്. ഇനി നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ കട്ടിങ്ങും ഡിസൈനിങ്ങും എല്ലാം നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ നമുക്ക് സ്ലീവ് ഒന്ന് നമുക്കിതിങ്ങനെയല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഇങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലീവ് ഒന്ന് നോക്കാം. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് നമുക്ക് നോക്കിക്കേ, ഇതിപ്പോൾ നമുക്ക് അടിയൊക്കെ മടക്കി അടിച്ച് പോകും. അടിയൊക്കെ നമുക്ക് 1 ഇഞ്ച് മടക്കി 1 ഇഞ്ച് മടക്കി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്ലീവ് ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അപ്പോഴും തയ്യൽ തുമ്പ് പോകും. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ സ്ലീവിൻ്റെ അടിവണ്ണം ഞാനൊരു 8 ഇഞ്ച് എടുക്കേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് പോകുമ്പോൾ 7 ഇഞ്ച് കറക്റ്റായിട്ട് വരും. അപ്പോൾ അത് മാർക്ക് ചെയ്ത ശേഷം ഇതങ്ങോട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇതാണ് എളുപ്പം സ്ലീവ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് തുണിയൊന്നും ഒട്ടും തികയത്തില്ല. ഒരുപാട് ജോയിൻറ്റുകളും കാര്യങ്ങളൊക്കെ വരും. ഇതാകുമ്പോൾ നല്ല ഫിനിഷിങ്ങും കിട്ടും, ഇടുമ്പോൾ നല്ല പെർഫെക്ഷനും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൽ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ബോർഡർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് ബോർഡറല്ല, നമുക്ക് ഫ്രില്ല്. ബാക്കി നമുക്ക് തുണിയിൽ നിന്നും വീണ്ടും നമുക്ക് ഫ്രില്ല് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നോക്കിക്കേണ്ടത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്നും അതും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ചുറ്റും നമുക്ക് ഫ്രില്ല് വെക്കാനായിട്ടുള്ള തുണി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കാതെ. നമുക്ക് നോക്കിയത് അടിപൊളി നൈറ്റി ബിറ്റാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നൈറ്റി അടിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ മളോസ് ടെയിലറിംഗ് എൻ്റെ ഇൻബോക്സിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിൽ തന്നെ നിങ്ങളുടെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വിളിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ നൈറ്റി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളതുപോലെ തന്നെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതേ നോക്കിക്കേണ്ടത് നമ്മളതേ ഇതുപോലെ എടുത്തിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടമാക്കാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നൈറ്റീസ് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അത്രയും ഡിസൈൻ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഒരുപാട് ഡിസൈനുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എടുത്ത് എത്ര ഡിസൈനുകൾ നമുക്കതാണെങ്കിലും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫ്രില്ലിന് വേണ്ടിയുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പീസ് എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. ക്രോസ് പീസ് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക, നെക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, ചെയ്ത് വരുമ്പോൾ 3 ഇഞ്ചാവും. 5.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം, ചെയ്ത് വരുമ്പോൾ 6 ഇഞ്ചാവും. അത്രയെങ്കിലും കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് നെക്ക് ഇല്ലേ, ബാക്ക് നെക്ക് നമുക്ക് ഡെപ്ത് കുറച്ച് കഴിയുമ്പോൾ അത് ഫ്രണ്ട് നെക്ക് അങ്ങോട്ട് ബാക്കിലേക്ക് കയറി പോകും, ഇടാൻ പറ്റാത്ത അവസ്ഥയപ്പോൾ. അങ്ങനെ ഒരിക്കലും അടുത്ത് അടിക്കരുത് കേട്ടോ. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഏകദേശം ഒന്നും ഒരേ അളവിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കത് നോക്കിക്കേണ്ടത് ഇതുപോലെ തന്നെ ഇങ്ങനെ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ട് പീസ് പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. എലാസ്റ്റിക് സ്ലീവൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്